ധനാറാസിക്കാണ് എൻ്റെ കൂടെയുള്ളത്. എന്തല്ല തലശ്ശേരി എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? എന്റെ ഹസ്ബൻഡാണോ ഷാക്കിനെ വിളിച്ച് ജമിനായി ലക്ഷ്മി കുറച്ചെങ്കിലും മതിരകപതി ഗുരുനബിയാർ ഹാമിമുണ്ടൻ എല്ലാം പഠിച്ചു തന്നല്ല. ഫുഡ് എന്താ പറയാ, ഇഡ്ലി ബ്യൂട്ടിഫുൾ ആണല്ലേ. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത ആളുകളെ പഞ്ച് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഏറ്റവും കൂടുതൽ മഞ്ചത്തി പെമ്പിള്ളേരുള്ളത്. ആക്ച്വലി കോഴിക്കോടത്തെ പെമ്പിളറേയും ആക്ച്വലി കുക്കിംഗ് ആൻഡ് ബേക്കിംഗ് ഒരു തെറപ്പി ആണ്. പല കാര്യങ്ങളും ചെയ്തിട്ടും നേടിയിട്ട് നമുക്ക് പീസ് ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാപ്പരാസി എന്ന് പറയുന്ന അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. ലൈഫിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് എന്നോട് ഇങ്ങനെ സ്റ്റക്കായി പോയി. എനിക്ക് തന്നെ ഒരു ഐ ഓപ്പണർ ആയിരുന്നു. താനെന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ 3 വർഷം മുന്നാണ്. അതെങ്ങാനും കേട്ടിട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ ആകെ ഞാൻ പെട്ടേനെ. പാട്ടുകാരി ധനാറാസിക്കാണ് എൻ്റെ കൂടെയുള്ളത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പാട്ടിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നാടിനെ കുറിച്ച് സംസാരിക്കാം. തലശ്ശേരി എന്തല്ല നല്ല ഈ കണ്ണൂർ ഭാഷ നിങ്ങൾ സംസാരിക്കലുണ്ടോ? നാട്ടില് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോട് സംസാരിക്കും. പക്ഷെ നമ്മളിപ്പോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. ഡീസന്റ് ഭാഷയാവും ചിലപ്പോൾ. അക്ഷയ് കണ്ണൂരുകാരനല്ലേ? ഞാൻ കണ്ണൂരുകാരനാ. അപ്പൊ സെറ്റ്. ചായലും കുടിച്ചാ? ചായലും കുടിച്ച് നാസ്ത കഴിച്ച് എല്ലാം കഴിച്ച് ഫുൾ ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. അക്കെല്ലാം സെറ്റാ. ഈ ഫുഡിന്റെ കാര്യം, തലശ്ശേരി ഫുഡ്. അപ്പോൾ തലശ്ശേരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫുഡാണ് എൻ്റെ മനസ്സിലാദ്യം വരിക. അതന്നെയാണ് മെയിൻ. അപ്പോൾ പാരീസ്, അതുപോലെ തന്നെ നാഷണൽ ഹോട്ടൽ, ഇത്താത്താസ് കിച്ചൻ, അങ്ങനത്തെ കുറെ ഉണ്ട്. MRA പോരട്ടെ. അപ്പോൾ വീടിൻ്റെ അടുത്താന്ന് തോന്നല്ലേ നാഷണൽ ഹോട്ടൽ? കറക്റ്റ് ഒരു 500 മീറ്റർ. കറക്റ്റ്. അപ്പോൾ ഈ മെയിനായിട്ട് അവിടുത്തെ ബിരിയാണിയും നമ്മളധികം അവിടെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ മീൽസ് കഴിക്കാനാ, ഉച്ചയ്ക്ക് മീൽസ് കഴിക്കാനാ പോലെ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്, മീൽസും അടിപൊളിയാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത സാധനം അത്. നല്ല ബീഫും നല്ല അടിപൊളി. ഞാൻ കുറച്ചാലും തലശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ആ സാധനമാണ്. ഇപ്പം തലശ്ശേരി എന്നൊക്കെ ഓർമ്മ വരുമ്പോൾ ഫുഡ് അല്ലാണ്ട് വേറെ എന്താ ഓർമ്മ വരും? ആദ്യം ഫുഡ് അല്ലെങ്കിൽ എനിക്ക് തലശ്ശേരി ആയിട്ടുള്ള ഏറ്റവും വലിയ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ വീടാണ്. വീട് ഉമ്മ ആ ഒരു, പിന്നെ വീട്ടിലൊരു ഗാർഡൻ ഉണ്ട്. പിന്നെ അതാണ് വീടുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് കൂടുതലും. ഈ മോസ്റ്റ്ലി ഫ്രീ ടൈമിലൊക്കെ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അതോ? പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എപ്പോഴും പുറത്താണ്. ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പക്ഷെ വീട്ടിലിരിക്കാനും ഒരു ആംബിവേർട്ടായി ഇപ്പോൾ. താനെൻ്റെ ഈ ലാസ്റ്റ് ഇന്റർവ്യൂ 3 വർഷം മുന്നാണ്. അറൗണ്ട് അല്ലേ? 3 വർഷം. അടുത്തൊന്നും വേറെ ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അടുത്ത് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്തു. അല്ലാണ്ട് ഇങ്ങനത്തെ പേഴ്സണൽ ഇന്റർവ്യൂസ് കുറച്ച് കുറവായി. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. കാരണം 3 വർഷത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. ഏതാ ഈ ഫ്രണ്ട്സ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു പാട്ടുകാരി ആയില്ലായിരുന്നെങ്കിൽ ധന ഒരു ബേക്കർ ആയനെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ തലശ്ശേരിയാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയ സ്ഥലമാണ്. ആ നാട്ടിലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സാധനം വരും. അപ്പോൾ ആ നാടിൻ്റെ കാറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? എങ്ങനെയാണ് ആ സാധനങ്ങളൊക്കെ? തലശ്ശേരിയിൽ അങ്ങനെ ബേക്കിംഗ് ആക്ച്വലി തലശ്ശേരി ആവണമെന്നില്ല, പക്ഷെ എൻ്റെ ഉമ്മ നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പം അങ്ങനെയാണ് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ ഉമ്മ എന്നെ സമ്മതിക്കുകയില്ല. പക്ഷെ അവസാനം ഞാനിങ്ങനെ വാശി പിടിച്ചൊരു 6th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഉമ്മ പതുക്കെ ഒരു ട്രയൽ തന്ന്. അത് വലിയ കുഴപ്പമില്ല, കിച്ചണൊന്നും വല്ലാണ്ട് വൃത്തികേടായിട്ടില്ലാന്ന് തോന്നിയാലോ പിന്നെ ചെയ്ത് പിന്നെ നല്ലോണം ചെയ്ത് ഞാനത് സീരിയസ് ആയിട്ട് culinary പോകണം അങ്ങനെല്ലാം വിചാരിച്ച്. പിന്നെ എനിക്കിങ്ങനെ എല്ലാ കൊല്ലവും എൻ്റെ മൂഡിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പാട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 5-6 കൊല്ലമായിട്ട് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഓരോ കൊല്ലം ഓരോന്നാ. നിങ്ങളെ വീട്ടിലെല്ലാവരും പാടും അല്ലേ? എല്ലാവരും പാടും. അങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഒരു പാട്ടുകാർ മുന്നിൽ വന്നിട്ട് ഞാൻ ഇത്ര സമയമായിട്ടൊരു പാട്ട് പാടിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ വർത്താനത്തിലായിപ്പോയി. അപ്പോൾ പാട്ട് നമ്മുടെ ലൈല മിറാജ് വെച്ച് തുടങ്ങാം. ഓക്കെ. മതിരകപതി ഗുരുനബിയാർ ഹാമിമുണ്ടൻ തളമിൽ മധുപന്നുക മതി കൊതിയാൽ കാബ കൗസൈനളവിൽ മതിയൊളിവോൻ ചേർന്ന് സിറാ അതിൽ പാശമാൽ മതിയൊളിവോൻ തന്മ്യറാജിശലേശലായി മദിനബിയൊരു തുരകമിലുളരിടെ ഇസ്രായിലേലിൽ
മതിമക്കം വിടുന്ന് ജെറൂസലം പൂകലായി മുത തിങ്കിടും ചൊങ്കുടെ പൊങ്കുടമെമ്പിതം മതിലെങ്ങും കുതസന്തർ കഹിലക്കി നമ്പ്യരത്ത് സ്വല്ലിടലായി ജിബരിയിൽ തൻ മൊളിയതിനാൽ സ്വബരാലൊളി ബഷിയതിനാൽ മദിനശത്തരുളിൻ മ്യാറാജനരുളിൽ മനിതമിനുധർമ്മണി കാരുണ്യപ്പൊരുളാ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉറക്കത്തെളിച്ചിട്ടൊന്നും പാടാൻ പറ്റുന്നില്ല. ഫസ്റ്റത്തെ സ്റ്റേജ് പരിപാടി ദുബൈയിലായിരുന്നു. യെസ്, ഷാർജയിലെന്തോ. ഷാർജയിലായിരുന്നു 5 വയസ്സിൽ. 5 വയസ്സ്. ഓ, എല്ലാം പഠിച്ചു തന്നനല്ല. അപ്പോൾ ആ പാട്ട് ഓൾറെഡി എല്ലാവർക്കും എല്ലാ ഇൻ്റർവ്യൂവിലും പാടി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ താൻ എൻ്റെ അച്ഛൻ വാപ്പ നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ അറിഞ്ഞിരുന്നു. UAE മൂപ്പരുണ്ടായിരുന്ന സമയത്ത് UAE സ്റ്റേജ് പരിപാടികളിലൊക്കെ മൂപ്പര് പാടിയിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, സവാബക്ക് പറഞ്ഞു, ഞാൻ പണ്ട് വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളാണ്, അവരിരുന്ന് സ്റ്റേജിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സവാബക്ക. അപ്പോൾ 2 മക്കളും 2 പെൺകുട്ടികളും ചെറുതായിരുന്നു. 3 പെൺകുട്ടികളും. എന്റെയും റഫ്താത്തിന്റെ ഇടയിൽ ഒരാളുണ്ട്, പിന്നെ അനിയനും. ഞാനും ദുറയും, ഞാനൊരു 3rd സ്റ്റാൻഡേർഡ് വരെയും, ദുറ LKG വരെ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. താത്തമാരൊക്കെ കുറച്ചും കൂടി ഉണ്ടായി. അപ്പോൾ നമ്മളാകെ പാടിയിട്ടുണ്ടാവാൻ അത്രയും ചെറിയ പ്രായത്തിലായിരിക്കും. പിന്നെ എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു ഇവിടെ ദുബൈയിൽ? 3rd എന്നാണ് പോയത്. 3rd എന്ന് പറയുമ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 9 വയസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഞാനും അനിയനും. നമ്മൾ വരുമ്പോഴത്തേക്ക് താത്തമാരെ പഠിപ്പൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടായി. നമ്മൾ പിന്നെ 2 പേരും ഫുൾ അവിടെയാണ്. നാട്ടിൽ പഠിത്തമൊക്കെ എവിടെയായിരുന്നു? നാട്ടിൽ മാഹിയിൽ പഠിച്ചിട്ടുണ്ട്, മമ്പറം പഠിച്ചിട്ടുണ്ട്, മമ്പറം, പിന്നെ തലശ്ശേരി പഠിച്ചിന്, പിന്നെ കോളേജ് മഹാരാജാസ് എറണാകുളത്തായിരുന്നു. തലശ്ശേരി അത്യാവശ്യം ആ നാടുമായിട്ട് നല്ല തലശ്ശേരിയിൽ ഇപ്പോൾ കറക്റ്റ് പഠിച്ചത് +1 മുബാറക്കിലാണ്. അതുവരെ ഇങ്ങനെ പരിസരത്താണ് പഠിച്ചത്. തലശ്ശേരിൻ്റെ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷാനുക്ക, നമ്മുടെ ഷാൻ റഹ്മാൻ, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ വരുന്നതൊക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഫുഡായിരിക്കും, രണ്ടാമത് ഏറ്റവും കൂടുതൽ മഞ്ചത്തി പെൺപിള്ളേരുള്ളത് തലശ്ശേരിയാണെന്താ പറയുക. വിനീതും അങ്ങനെ അഭിപ്രായമുണ്ട്. കോഴിക്കോടില്ലേ? എനിക്ക് ആക്ച്വലി കോഴിക്കോടത്തെ പെമ്പിളറേയും ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. തലശ്ശേരി പിന്നെ നമ്മളെ സ്വന്തം നാടാണ്. നമ്മളങ്ങനെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ അതേപോലെ തന്നെ ഞാനിങ്ങനെ ജമിനയോടൊക്കെ ചോദിച്ചു, കാരണം എനിക്കധികം ടൈം കിട്ടിയിട്ടില്ല ഇൻ്റർവ്യൂ, ഇന്നലെ രാത്രി ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പം ജമിനയോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് ആദ്യം പറഞ്ഞു കോഴിക്കോട്, ദാന റാസിക് ഫ്രം കോഴിക്കോട്. ഞാൻ കോഴിക്കോട് അതെങ്ങാനും കേട്ടിട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ ആകെ ഞാൻ പെട്ടേനെ. കോഴിക്കോട് കുറെ ആൾക്കാർ വിചാരം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എന്നാണ്. അത് സ്വാഭാവികം, അങ്ങനെ ഇപ്പോൾ വിചാരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ തലശ്ശേരിയാണ് പ്രോപ്പർ. കുടുംബക്കാർ ഫുൾ ദുബൈയിലാണ്. ദുബായിട്ട് ഞാൻ പറയില്ല, എനിക്ക് വളരെ കണക്ഷൻ കുറവാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് ആയപ്പോൾ തന്നെ നാട്ടിൽ വന്നു. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ കുറേ വർഷത്തിന് ശേഷം വെക്കേഷന് വേണ്ടി ഇങ്ങനെ വരും. പരിപാടിക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്കൊരു അറ്റാച്ച്മെൻറ്റ്, മുന്നേ മിസ്സായ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ഇത്താത്ത അബുദാബിയിലായപ്പോൾ ഒരു ഹോം ആയി. ഇപ്പോൾ വരുമ്പോൾ അബുദാബിയിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയല്ല, നമ്മളൊരു ഹോം എന്നുള്ള രീതിയിൽ. ഈ പേഴ്സണലി എങ്ങനെയാണ് ദാന എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ ദാന എങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു പാട്ടൊക്കെ പാടുമായിരിക്കും, അധികം അങ്ങനെ സംസാരിക്കാത്തൊരു കൂട്ടത്തിലായിരിക്കും. ഈ ഇൻ്റർവ്യൂ ഒക്കെ നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ആകെ നമ്മുടെ ആദ്യത്തെ ടെൻഷൻ, എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെയും ഒരു ഓൾ ടൈം പേടി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ഉണ്ടായിരുന്നു തീർന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ഒരുമിച്ചൊരു പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നന്നായിട്ട് സംസാരിക്കും, പടച്ചോൻ കാത്ത്, അല്ലെങ്കിൽ ആകെ ഇടങ്ങേറായി പോയേനെ. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത ആളുകളെ പഞ്ച് ചെയ്യുന്ന ആളാണെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ആരാ പറയുന്നതെന്നൊന്ന് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ്സ് കൊടുക്കാം. അല്ല, ശരിയാണ്. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയും അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ടാകുന്ന ആളുമാണ്. ആ പോയിന്റ് നല്ല കാര്യമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കാമാവാൻ പറ്റാറില്ല ലേറ്റ് ആയാൽ. ഞാൻ ലേറ്റ് ആയാലും വേറെ ആൾക്കാർ ലേറ്റ് ആയാലും അങ്ങനെ എല്ലാം പ്രശ്നം. ബേസിക്കലി എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ലേറ്റ് ആകുമ്പോൾ എനിക്ക് പോകണ്ടാത്ത പ്രോഗ്രാം ആണെങ്കിൽ കൂടി വരെ ഞാൻ സ്ട്രെസ്ഡ് ആവും. അത് ഒരു നല്ല കാര്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ടൈം എൻ്റെ ഒരു ബേസിക്കാണ്, എല്ലാവരും പങ്ക്ച്വലാവണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ട്രൈ ഇടണം. പിന്നെ നമ്മളല്ലാത്ത കാരണങ്ങൾ, ഇപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന ഓക്കെ, അല്ലാണ്ട് നമ്മളോ ലേറ്റ്, പിന്നെ എല്ലാവരും ഇങ്ങനെ, അത് ഒരു എനിക്ക് മറ്റുള്ളവരിൽ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് അവരുടെ സമയം. അതിന് മാക്സിമം വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവാണ്. അതുപോലെ നല്ല പ്ലാനറാണ്,
ദാനാന്ന് കുടുംബത്തിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി. കുടുംബ ഈ ലാസ്റ്റ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കും എല്ലാവരുടെയും പേര്. കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടി. ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് A to Z കാര്യങ്ങൾ ദാന പ്ലാൻ ചെയ്യും. എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു മേഖലയാണത്. ഞാൻ പ്ലാനിങ് ട്രിപ്പിൻ്റെ ഐറ്റിനറി എല്ലാം ഇതാക്കും. മെയിൻലി ഫുഡ് സ്പോട്ട്സ് അപ്പം എന്തുണ്ടെങ്കിലും എനിക്കറിയാം. ഇപ്പം ഞാൻ ഇപ്പോൾ എറണാകുളത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സോ കസിൻസൊക്കെ എന്നെ വിളിക്കും. അങ്ങനെ എനിക്ക് പരിചയമുള്ള സ്ഥലത്തുനിന്ന് എന്നെ വിളിക്കും. പിന്നെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മാക്സിമം ഫുഡ് സ്പോട്ട് കവർ ചെയ്യാൻ ട്രൈ ചെയ്യും. പാട്ട് മാത്രമല്ല, നല്ല ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഈ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ബേക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുണ്ട്. എനിക്കൊരു ഒരു തെറപ്പി ആണ് ആക്ച്വലി കുക്കിംഗ് ആൻഡ് ബേക്കിംഗ്. പക്ഷേ ക്ലീനിങ് സ്ട്രെസ്സാണ്. കുക്കിംഗ് ഒരു എന്തെങ്കിലും ഒന്നും എന്ത് ചെയ്തിട്ട് റെഡി ആവാത്ത ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്താലൊന്ന്. ഈ മനുഷ്യന്മാരിൽ ഇങ്ങനെ എല്ലാവർക്കും ഇപ്പം ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് ചോദിക്കാൻ ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മറ്റുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കര കൈൻഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. ഉള്ളിൽ കൈൻഡാവാണ്ട് ഒരിക്കലും ഒരാൾക്ക് പുറത്ത് കൈൻഡാവാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. സോ ഇറ്റ്സ് അങ്ങനെ. പിന്നെ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ മറ്റൊരാളുടെ സൈഡും കൂടി ആലോചിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും. പക്ഷെ അക്ഷയ് ഇപ്പം അങ്ങനെ പറയുന്നതിൽ അക്ഷയിന് അക്ഷയിനെ സംബന്ധിച്ചിടത്തോളം അത് വാലിഡ് ആണ്. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് എന്നുള്ളൊരു സാധനം ഇല്ലേ. അങ്ങനത്തെ ആൾക്കാരെ, അങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സാധനമാണ് അത്. പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഒരു ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ മറ്റൊരാളെ സൈഡ് പണ്ടങ്ങനെ ആലോചിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ അപ്പം നമ്മളങ്ങനെ ആവണം എന്ന് നമുക്ക് ഇൻസ്പിറേഷൻ ആവും. അങ്ങനെ സത്യത്തിൽ മറ്റുള്ളവരുടെ സൈഡ് ആലോചിക്കാൻ പറ്റുക പറയുന്നത് തന്നെ ഒരു വലിയ ഫാക്ടർ. കാരണം എല്ലാവർക്കും ഞാനേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തപ്പി അവസാനം മിസ്റ്റർ അശ്വാക്കിനെ വിളിച്ചു. എൻ്റെ ഹസ്ബൻഡാണോ? അശ്വാക്കിനെ വിളിച്ച് അശ്വാക്കിനെ വിളിച്ചു. അശ്വാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വാക്കിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് മീഡിയ വൺ എന്നാണ്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അശ്വാക്ക് മീഡിയ വൺ ഫാമിലിയിലാണ്. അപ്പോൾ ദാന മീഡിയ വൺ ഫാമിലിയിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ സമയത്തുള്ള ഒരു ടോക്ക്. അപ്പോൾ അശ്വാക്ക് എനിക്കൊരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരുമോ, വീഡിയോ എടുത്ത് അയച്ചു തരുമോ? അപ്പോൾ വോയിസ് ഒക്കെ ഉണ്ടല്ലോ. ഹായ് ദാന, എന്താണ് വിശേഷങ്ങളൊക്കെ? എന്നെ അക്ഷയ് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞൊരു ചോദ്യം ദാനോട് ചോദിക്കാനുള്ളൊരു വീഡിയോ എടുത്ത് അയച്ചു തരണം, ദാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടൊന്നും വന്നില്ല. എന്നാലും ഞാൻ അക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ദാന റാസിക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആളുകൾക്ക് എന്ത് ഉപകാരപ്പെടുന്ന ആപ്പായിരിക്കും ഉണ്ടാക്കുക എന്നറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ഉത്തരം എന്നുള്ളത് എനിക്കറിയാം. അത് അക്ഷയ്ക്ക് വേണ്ടി ഈ ചോദ്യം ഡെഡിക്കേറ്റ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു വല്ല ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അതിലും മാർക്കറ്റിംഗ് 24/7 ഡെഡിക്കേറ്റഡ് ആയി കാര്യത്തിൽ. ആപ്പ് ട്രെയിൻ ആപ്പായിരിക്കും ബേസിക്കലി. വേർ ഇസ് മൈ ട്രെയിൻ ഒക്കെ പോലെ. പക്ഷേ വേർ ഇസ് മൈ ട്രെയിൻ കുറച്ചും കൂടി ട്രാക്കിംഗ് ആണ്. അതല്ലാണ്ട് ഇൻഫർമേഷൻ. അതായത് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു ട്രെയിനിൽ നമ്മൾ കയറാണ്. ഈ ട്രെയിന് കറൻ്റ്ലി അവൈലബിൾ ടിക്കറ്റ്സ് ലാസ്റ്റ് മൊമെൻറ്റിൽ ചില ട്രെയിൻസിനെ കിട്ടും, ചില ട്രെയിൻസിനെ കിട്ടില്ല. അങ്ങനെ പിന്നെ ചിലതിൽ നമ്മൾ ഇപ്പോൾ അത്യാവശ്യഘട്ട ജനറൽ കയറിയാലും നമുക്ക് ഒരിക്കലും കയറാൻ പറ്റാത്ത ട്രെയിൻസ് ഉണ്ടാവും ജനറലിൽ. എന്ന് വെച്ചാൽ നമുക്ക് ചില ട്രെയിൻസ് കുഴപ്പമില്ല. അപ്പോൾ അതൊരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും. ഒരു ട്രെയിനിലൊരു ഫോർ എക്സാമ്പിൾ 21 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു 3 ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യില്ല. ചില അർജൻറ്റ് ആകുമ്പോൾ 3 കമ്പാർട്ട്മെൻറ്റ്സ് മാത്രം റിസർവേഷൻ ഉണ്ടാവും. ബാക്കി ഫുൾ ജനറലാണെങ്കിൽ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടും. അങ്ങനത്തെ കുറച്ച് നോളജ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. മൊത്തത്തിൽ ലൊക്കേഷൻ, ഗൂഗിൾ മാപ്പ്, ബ്രൗസിങ് അങ്ങനത്തെ എല്ലാം കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി കുറച്ച് കാലമായിട്ട് ഫാമിലിയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആരെന്താവശ്യത്തിനും ട്രെയിനിൻ്റെ ആവശ്യത്തിന് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അശ്വാക്ക് പറയും നമുക്കൊരു ആപ്പ് ലോഞ്ച് ചെയ്താലോ എന്നുള്ള താല്പര്യമുണ്ട്. പിന്നെ ഞാൻ ഈ അടുത്ത് വേർ ഇസ് മൈ ട്രെയിനിൻ്റെ ഒരു ഇത് കണ്ട് ആൾക്ക് ചെറിയൊരു ഐഡിയ. ഇപ്പോൾ 6:30 CR ആയിട്ടുള്ള ഒരു ആപ്പായി അത് മാറി എന്നുള്ളത്. സെയിം സാധനം അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ആപ്പ് ഗൂഗിളൊക്കെ എടുത്ത് വലിയൊരു സെറ്റപ്പിലേക്ക് എത്തി. മനുഷ്യൻ്റെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് പാട്ട്. അപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദാനയുടെ പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടിട്ട് സങ്കടപ്പെട്ടവരുണ്ടാവും, ഇഷ്ടം പോലെ സന്തോഷിക്കുന്നവരുണ്ടാവും, മൂഡ് ചേഞ്ച് ചെയ്യുന്നവരുണ്ടാവും. പെർഫ്യൂമൊക്കെ പോലെ തന്നെ ചില പാട്ട് കേട്ടാലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളൊക്കെ വരും. ലൈല മിറാജ്. അപ്പോൾ അത് കേൾക്കും, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തായിരിക്കും വരുന്ന ഓർമ്മകൾ? അത്
ഭയങ്കര ഫണ്ണല്ല, സോറി, കുറച്ച് ടെറിബിൾ ഓർമ്മകളാണ്. അങ്ങനെയല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കലോത്സവത്തിന് പോയി, മാപ്പിളപ്പാട്ടിന്. കുറേ ഐറ്റംസിന് പോയ ശേഷം മാപ്പിളപ്പാട്ടാണല്ലോ നമ്മളിപ്പോൾ ചർച്ച. അപ്പോൾ അങ്ങനെ പോയി. 10th ആണ് എന്ന് വെച്ചാൽ ഹൈസ്കൂളിലെ ഏറ്റവും ലാസ്റ്റ് ഇതാണ്. അപ്പോൾ ഞാൻ മൊത്തം 5 ഐറ്റം ഉണ്ട്, അതായത് 3 ഇതും 2 ഗ്രൂപ്പും. അങ്ങനെ അത് കഴിഞ്ഞ് ജില്ലയിൽ ഈ 4 ഐറ്റത്തിനും നമുക്ക് ഫസ്റ്റ് വന്നു. ഓക്കെ, അത് വേറെ വേറെ ഐറ്റംസ് ആണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണ് ഈ ഐറ്റം മാപ്പിളപ്പാട്ട്. അപ്പോൾ ഈ 4 ഐറ്റത്തിന് ഫസ്റ്റ് ഐറ്റത്തിന് പത്രത്തിലൊക്കെ ഭയങ്കര വന്നു. അപ്പോഴേ എൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഈ ഒന്നും കൂടി ഉണ്ട് ബാക്കി, അതിനൊരു തീരുമാനമായിട്ട് നമുക്കങ്ങനെ ടെൻഷനായി. അങ്ങനെ ആ മാപ്പിളപ്പാട്ട് ആക്ച്വലി ഞാൻ അതിന് മുന്നേ പാടിയിട്ടുണ്ട്, അന്നേരം പ്രൈസ് കിട്ടിയില്ല. പക്ഷേ ഈ മാപ്പിളപ്പാട്ട് ലൈക്ക് 10th ലാസ്റ്റ് ലൈഫിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നോടിങ്ങനെ സ്റ്റക്കായിപ്പോയി. എനിക്ക് തന്നെ ഒരു ഐ ഓപ്പണർ ആയിരുന്നു, നമുക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ ശരിക്കും എന്നെ ഇങ്ങനെ ഞെട്ടിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലേ. അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇതാണ്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും പ്രൈസ് നഷ്ടമായി. പക്ഷേ ജഡ്ജസിനോട് നമ്മൾ അത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച ശേഷം സംസാരിച്ചപ്പോൾ ജഡ്ജസ് ഇതൊന്നുമല്ല റീസണായിട്ട് പറഞ്ഞത് പാട്ട് അവർക്ക് ഇഷ്ടമായില്ല, അങ്ങനെ പിന്നെ ഓരോത്തിനും ഓരോ താളം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ പ്രശ്നം പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ പിന്നെ അന്ന് ഒരു വെള്ളി വന്ന കുട്ടിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. എന്ന് വെച്ചാൽ വെള്ളിന്ന് ലൈക്ക് ഫോർ ഫീമെയിൽ വോയിസ് അങ്ങനെ വെള്ളി മനസ്സിലാവില്ല. പക്ഷേ കിട്ടേണ്ട 2 കുട്ടികളുണ്ടായിരുന്നു, അവർക്കൊന്നും പ്രൈസിലേ അവരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, നമുക്കെന്ന് ഇതൊന്ന് റിലീസ് ചെയ്ത് നോക്കിയാലോ, ഈ കലോത്സവത്തിൽ മാത്രം പ്രൂവ് ചെയ്യേണ്ട, നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ. അന്നേരമാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ഈ പാട്ട് എഴുതിയ ബദറുദ്ദീൻ സാറും മുഹസിൻ കുരുക്കളാണ് ഇതിൻ്റെ വരികൾ. മുഹസിൻ സാറ് സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ പോയി, അവിടെ തന്നെ റെക്കോർഡ് ചെയ്തു, അവിടെ തന്നെ ഷൂട്ട് ചെയ്തു, അവർ ചാനലിൽ തന്നെ റിലീസ് ചെയ്തു. അന്ന് അതേ സ്റ്റുഡിയോ തന്നെ വാപ്പാൻ്റെ കൂടെ ഒരു പാട്ടും കൂടി പാടി. അത് എൻ്റെ ഉപ്പ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തതാണ്. അത് റിലീസ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തത്. പക്ഷെ അത് രണ്ടും ഒരുമിച്ച് ചെയ്തു. അതിൽ ലൈല മിറാജ് ഇല്ല, ആക്ച്വലി അതാണ് സുന്ദരനാവിനെക്കാട്ടി മുന്നേ ആൾക്കാരിങ്ങനെ ഒന്ന് നോട്ടീസ് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ എനിക്ക് മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങിയ. പിന്നെ ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 2019 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് 19. കോവിഡിന്റെ സമയത്ത് 20 ആണോ? കോവിഡിന്റെ സമയത്ത്. ഈ കോവിഡ് സത്യത്തിൽ കുറേ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ വേൾഡിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയ ഒരു ടൈമായിരുന്നു. അക്കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ, കുറേ ആൾക്കാരെ ലൈഫ് മാറി, അതിലുള്ള ഒരാളാണ് ഞാനും. എങ്ങനെയാ ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങി ആ സമയത്ത്? എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ആലോചിക്കുക എങ്ങനെയാണ് തുടങ്ങിയതെന്ന് അറിയില്ല. ഒരു യൂട്യൂബ് ഈ ലൈല മിറാജ് ഇട്ടല്ലോ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പരിപാടി മനസ്സിലായി, നമുക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ വീഡിയോ ഒക്കെ എങ്ങനെയാണ് ആ തോട്ട് വന്നതെന്നൊന്നും അറിയില്ല. പിന്നെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ഉപ്പ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വേൾഡ് വൈഡായ ഒരു പാട്ട് പസൂരി, അതിൻ്റെ ഒരു കവർ വേർഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൽ ആ പാട്ട് പാടിയ ആൾ തന്നെ ഷെഗിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റ്? ആ കമൻറ്റ് ആദ്യം കണ്ടപ്പോഴൊരു മൊമെൻ്റ്. കമൻറ്റിന് പിന്നെ ദുറ കേൾക്കണ്ടേ പറയുന്നത്. ആക്ച്വലി ദുറൻ്റെ നിർബന്ധം കൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്തത്. കാരണം മെയിൽ ആ വോയിസിന് ഓനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓനെന്നിങ്ങനെ കുറേ പാവം കഷ്ടപ്പെട്ട് പുഷ് ചെയ്ത് ആ സമയത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കമൻസ് ഒക്കെ വന്നപ്പോൾ ദൂര കണ്ട ഞാൻ പറഞ്ഞില്ല, എന്നോട് കണ്ട എങ്ങനെയല്ല പറയും. ശരിക്കും ഷേഖിൽ ഭയങ്കര ഫാനാണ് ആൾ. കമൻറ്റ് അങ്ങനെ നോട്ടീസ് ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല. അതും യൂട്യൂബിൽ കമൻറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അലിസേതി സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കമൻസൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പഞ്ചാബ്, അതുപോലെ തന്നെ ഉറുദു. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ പക്ക ആക്കണം. അപ്പോൾ അതായതുകൊണ്ടാണ് സത്യത്തിൽ അത് പാടിയവർ തന്നെ വന്നിട്ട് കമൻ്റൊക്കെ ഇട്ടത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് മെയിനായിട്ട്? കുറേ കേൾക്കും. പിന്നെ റഫ്താത്ത് ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്റർ ദുറ, എല്ലാവർക്കും നമ്മൾ പാടുന്നത് കറക്റ്റല്ല എന്ന് മനസ്സിലാവും പ്രൊനൗൺസിയേഷൻ. അപ്പോൾ നമ്മൾ കുറേ പസൂരിയൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്ന റെക്കോർഡിങ് ടൈമിൽ നമ്മൾ ആക്ച്വലി കുറേ ടൈം എടുത്ത് ഈ ലിറിക്കിൻ്റെ മേലെ നിൽക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേ ഇനിയും അവിടെ ഇവിടെ കുറച്ചൊരു മലയാളി ടച്ച് ഉണ്ട്. എന്നാലും നമ്മൾ ഒരു മാക്സിമം നമ്മൾ ഇതാക്കി അതിങ്ങനെ നമ്മളിങ്ങനെ കേട്ട് ശ്രദ്ധിച്ച് പിന്നെ ആ ഫോണിറ്റിക്സ്, അതായത് നമ്മളിങ്ങനെ
ഹിന്ദിയിലുള്ള ആയും മലയാളത്തിലുള്ള ആയും വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ദാനയുടെ ഫേവറേറ്റ് സിംഗർ ശ്രേയ ഘോഷാൽ നോക്കുകയാണെങ്കിൽ ശ്രേയ ഘോഷാൽ മലയാളത്തിൽ പാടുമ്പോഴാണെങ്കിലും മലയാളി, സത്യത്തിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് മലയാളിയാണോ, അത്രയും ഞാൻ അറിഞ്ഞത് ആളുടെ മദർ ടങ് എന്തോ ബംഗാളി ലാംഗ്വേജ് ആണ്. അതിലവർക്ക് എല്ലാ സൗണ്ട്സും ഉണ്ട് അത്ര. അപ്പം അവർക്ക് ക്ലിയർ ആയിട്ട് ആ ഭാഷയിൽ എഴുതിയാൽ എല്ലാ ഭാഷയും മലയാളീസിന് എല്ലാ ഭാഷയും പറയാൻ പറ്റുന്ന പോലെ. അങ്ങനെ എന്തോ ഞാൻ ഇങ്ങനെ കേട്ടു, ഒരാളിങ്ങനെ പറഞ്ഞു കേട്ടു, ചിലപ്പോൾ അതായിരിക്കും. പിന്നെ ഒരു ഫാൻ മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബ്യൂട്ടിഫുൾ ഫാൻ മൊമെന്റ് ചോദിച്ചാൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന. ബ്യൂട്ടിഫുൾ ആവണല്ലേ? ടെറിബിൾ ഞാൻ രണ്ടാമതായിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരാൾ ആരാന്ന് ആക്ച്വലി എനിക്കും അങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഒരു വലിയൊരു കാട്ടൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ട് ബാക്ക് ഗേറ്റിൽ എനിക്ക് ഇന്നെ ജസ്റ്റ് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ കാണുകയും ചെയ്തു, പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ഒരു കവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇതിൽ മൊത്തം ഒരു മിനിമം 15,000 ചോക്ലേറ്റ്സ്, നട്ട്സ്, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഫുൾ എല്ലാവരും അടിച്ച് തീർത്തു. അതൊരു എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു മെമ്മറിയാണ്. പിന്നെ അതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു അൺനോൺ, എല്ലാം ഊമയാണ്, അങ്ങനെ വന്നു. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇൻസ്റ്റാഗ്രാം ആണ് ആദ്യം യൂട്യൂബിന് മുന്നേ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെ ഇപ്പൊക്കെ എന്താ അവസ്ഥ ഇൻസ്റ്റാഗ്രാമിന്റെ? അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? പണ്ട് നമ്മൾ കണ്ടന്റ് പാട്ടിടാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ കണ്ടന്റ് കൺസംഷൻ കൂടി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ കൂടുതലായിട്ട് കാണാറ്? കരിക്കിനൊക്കെ ശേഷം ഒരുപാട് ആളുകൾ ഇതുപോലെ ഷോർട്ട് വീഡിയോസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മേക്ക് ചെയ്യുന്നുണ്ട്. അത് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഹാഷറിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേരുണ്ട്, എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അത് കാണാറുണ്ട്. കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ ഇല്ല, നമ്മളെ എല്ലാവരും ഇങ്ങനെ വരുന്ന അനുസരിച്ച് റെസിപ്പി അനുസരിച്ചാണ്. മലബാർ മെനു എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു ഇവിടെ UAE തന്നെ ഉള്ളൊരു ആളാന്ന് തോന്നുന്നു. ആളെ പേജസ് എനിക്ക് ഇപ്പോഴാണ് ആള് നറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നല്ല രസമാണ്. ചില ആൾക്കാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇൻട്രോ ഒക്കെ കൊടുക്കും. നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ട്. യൂട്യൂബില് കാണലുണ്ട്. ഷാൻജിയോ നമ്മുടെ സ്വന്തം അങ്ങേരില്ലായിരുന്നെങ്കിൽ. അതെ കുറേ ആള് ഉപ്പിനൊക്കെ ഇങ്ങനെ അളവ് പറയുന്ന ഒരാള്. സത്യം, പ്രവാസികളൊക്കെ ജീവിച്ചു പോകുന്നതിന്റെ സത്യത്തിൽ ഷാൻജിയോനെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ്, യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട്. ആസ് എ സെലിബ്രിറ്റി പല ഇവന്റുകളിലും പോകുമ്പോൾ, ഈ പറയുന്ന സിനിമ പ്രൊമോഷൻസിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഓൺലൈൻ മൊബൈലായിട്ട് വരുന്ന ടീം ഓൺലൈൻ അവർ വന്നിട്ട് ഈ വീഡിയോസ് എടുക്കുക, അത്തരം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക്. പണ്ടിപ്പം ബോളിവുഡിലൊക്കെ ആയിരുന്നു ഈ പാപ്പരാസി എന്ന് പറയുന്ന വീടും അത്തരം സാധനങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ ചുറ്റിലും ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടങ്ങാറായിട്ടുണ്ടോ അവരെ കൊണ്ട്? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ കുറേ ആൾക്കാർ ഒരുമിച്ചുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മൾ അറിയാതെ ഇങ്ങനെ പെട്ടുപോകുമ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഒതും. പക്ഷെ അതിൽ 2-3 ആൾക്കാർ എൻ്റെ കോളേജ് സീനിയേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ കമ്പനി ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് വലിയ ഇടങ്ങാറാക്കിയിട്ടില്ല അവർ. ഇല്ല, സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇടങ്ങാറാക്കാറുണ്ട് മറ്റുള്ളവരെ. എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം അനാർക്കലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ല, കാരണം സിനിമേൻ്റെ പ്രൊമോഷൻ അവർ തന്നെ വിളിച്ചിട്ടാണ് അവർ പോകുന്നത്. അത്തരത്തിൽ ദാന പാടുന്നതിൽ വെച്ചിട്ട് ദാനക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാണ്. കാരണം ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഞാനിങ്ങനെ വർത്താനം മാത്രമായി കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ എന്നെ വിലക്കെടുത്തിടിക്കും. പാട്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ മാറി മാറി വരും. എന്നാലും ദീവാനി മസ്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര മടുപ്പുമുണ്ട് ഇങ്ങനെ പാടി പാടി. ബട്ട് സ്റ്റിൽ ഇഷ്ടമാണ്. പിന്നെ ഏഴാം ബഹറൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആരാരും മനസ്സിലൊക്കെ. പിന്നെ അതിങ്ങനെ ആസ്വാദനം എന്നല്ല, കൂടുതലും ഒരു വൈബ് പാട്ടാണല്ലോ. അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പോൾ പാടണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. സുന്ദരമാരൻ പുതുമണിമാരൻ, അരങ്ങിനരങ്ങായ മാരൻ, ഹോ
ഞാൻ വരവായി ബേബി. ഈ ചില സ്ഥലത്തൊക്കെ പോയാലേ നമ്മൾ ചിലപ്പോൾ വീക്കൊക്കെ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ സൗണ്ടിന് പ്രശ്നമുള്ള സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ ആളുകൾ ഇങ്ങനെ പാട്ട് പാടാൻ നിർബന്ധിക്കുന്നൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടോ? അതായത് നമ്മളിങ്ങനെ ഇൻഫോർമൽ സ്പേസസിൽ പോകുമ്പോഴാണോ? സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കുറേ ആൾ വിചാരിക്കും ഈ പാട്ടുകാരെ സ്ഥിരം നമ്പറാണ്, സ്ഥിരം പരിപാടിയാണ്, ജാടയാണ്. പക്ഷേ തീരെ സൗണ്ട് ഇല്ലെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം പിന്നെ അങ്ങനെ പാടാറില്ല. പക്ഷെ മിക്കപ്പോഴും സൗണ്ട് ഇല്ലാണ്ട് പാടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവർ സന്തോഷം കൊണ്ട് ലൈക്ക് സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഹാപ്പിയാണ്. നമുക്ക് പാടാൻ പറ്റാത്തൊരു ഇടങ്ങാറ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഫ്രം യുവർ ലൈഫ് ഒരു നല്ല പാട്ട് എന്നൊക്കെ പറയുന്നതിന് ഒരു ഡെഫിനേഷൻ എന്താണ് താനൊക്കെ? അതൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലത്? പാട്ട് എവിടെ നല്ലത് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പാട്ട് ഇപ്പോൾ എനിക്ക് സ്ലോ സോങ്സ് ഇഷ്ടമാണ്, എല്ലാ ലാംഗ്വേജ് സോങ്സും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ടൈപ്പ് ചില സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, ചില സമയത്ത് നമുക്ക് വർക്കാവില്ല. നല്ല പാട്ട് എന്നൊന്നുമില്ല. ബേസിക്കലി ഒരാൾ ഹൈ എഫേർട്ട് ഇട്ട് പുട്ട് ഔട്ട് ചെയ്യുന്ന ഏത് പാട്ടും നല്ല പാട്ടാണ്. സന്തോഷം എന്താണ്? സന്തോഷം എന്ന് പറയുന്നത് താനൊക്കെ തിന്നല്, ഫുഡ് തിന്നാൽ എൻ്റെ മൂഡ് ഇങ്ങനെ എലവേറ്റ് ആവും ശരിക്കും. കുക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നൈറ്റ് ഔട്ട് ഭയങ്കര സന്തോഷം തരാറുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് നമ്മൾ ഈ അഡൾട്ട്ഹുഡിൻ്റെ ആണോന്ന് അറിയില്ല, നമ്മളിങ്ങനെ മാറി താമസിക്കുമ്പോഴൊക്കെ വീട്ടിൽ എല്ലാവരായിട്ടും നല്ലൊരു ബാലൻസ് ബന്ധം വയ്ക്കാനും ടൈം കണ്ടെത്താനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക, ഹെൽത്തി ആയിട്ട്, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നൈറ്റ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ മോർണിംഗ് പേഴ്സൺ? നൈറ്റ് പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പം കുറച്ച് ഉറങ്ങി പോകുന്നുണ്ട് രാത്രി. ജീവിതത്തിന്റെ ഒരു ആയിരിക്കും ചിലപ്പോൾ. വയസ്സായി തുടങ്ങി തോന്നുന്നു, പ്രായത്തിന്റെ. ഈ സമാധാനം ഓൾറെഡി പറഞ്ഞു, സന്തോഷ സമാധാനമൊക്കെ ഫുഡ് തന്നെയായിരിക്കും അല്ലേ മെയിനായിട്ട്? ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? ഒരു തലശ്ശേരി ഡിഷ് ഫുഡ് എന്താ പറയാ, വിശ്വസിക്കൂല, ഇഡ്ഡലി ഇഷ്ടമുള്ള ഒരുപാട് ആളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇഡ്ഡലി എനിക്കറിയില്ല, എന്നോട് എല്ലാവരും അങ്ങനെ ഇഡ്ഡലിയോ ഇത്രയും കഴിച്ചിട്ട് ഇഡ്ഡലിയാണോ ഇഷ്ടം? ചില ആൾക്കാർക്ക് അങ്ങനെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അറബി, മലയാളികളായിട്ട് ഒരുപാട് കണക്ഷനുള്ള ഒരു അറബി എന്നോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ചോറും രസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും, രസം കിട്ടിയാലും. ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ഭയങ്കര വെറൈറ്റി ആണ്. ഫേവറേറ്റ് ഫുഡ് എന്താ? എനിക്ക് സത്യത്തിൽ ബിരിയാണിയാണ്, നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ് മെയിനായിട്ടൊരു സാധനം. പിന്നെ എല്ലാതും കഴിക്കും വളരെ സിമ്പിളായിട്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ വല്ല തൈരൊക്കെ ഉണ്ടെങ്കിൽ അത്രയൊക്കെ മതി. പിന്നെ പഴങ്കഞ്ഞിയും തൈരും ആ ടൈപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് സെറ്റാണ്. ഞാനും ചോറ് ഫാനാണ് ഭയങ്കര. ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് വലിയ താല്പര്യമില്ല. ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് എന്ത് റൈസാണെങ്കിലും ചോറ് കണ്ടാൽ എൻ്റെ ഇത്താത്തല്ല എന്നെ പോലെ ചോറുണ്ട് ദാനം അവിടെ ഉണ്ടാവും അങ്ങനെ പറയും. ചോറ് കഴിച്ചില്ലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കാതെ കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ, പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫില്ലാവാത്ത പോലെ ഫീൽ ഉണ്ടാവും. ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മൾ. ചോറ് കഴിച്ചിട്ട് നോക്കുമ്പോ അത്ര നല്ലത് എന്താ ചെയ്യാ, ചില ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല. ഫ്രണ്ട്സിനെ ഡിഫൈൻ ചെയ്ത് എന്തായിരിക്കും? കാരണം ദാനയുടെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഫ്രണ്ട്സിനെ ഡിഫൈൻ ചെയ്തത് എന്താണ് ഫ്രണ്ട്സ്? ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിലും ഒബ്വിയസ്ലി ഫ്രണ്ട്സ് ഗ്യാങ് ഭയങ്കര ലിമിറ്റഡ് മീൻസ് അറിയുന്ന പേര് കുറേ ആൾക്കാർ ഉണ്ട്. പക്ഷെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ലിമിറ്റഡ് ആണ് എല്ലാ ഫേസിലും. അതായത് ചെറുപ്പത്തിലും പിന്നെ ഒരു ഹൈസ്കൂളിൽ എത്തിയപ്പോഴും ഹയർ സെക്കൻഡറിയും കോളേജിലും ഒക്കെ ഇപ്പോഴാണെങ്കിലും. പക്ഷേ ഉള്ള എല്ലാവരായിട്ട് ഇപ്പോൾ സ്കൂൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും അതേ കണക്ഷൻ ഉണ്ട്, കോളേജ് ഫ്രണ്ട്സായിട്ടും കണക്ഷൻ. ഇപ്പോൾ ഉള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. ബേസിക്കലി ഫീമെയിൽ ഫ്രണ്ട്സ് നല്ലതാണെങ്കിൽ ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അതിലും വലിയ മോട്ടിവേഷൻ ഇല്ല. ആക്ച്വലി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല അവരോട് എല്ലാ ദിവസവും. പക്ഷെ അവർക്ക് ഭയങ്കര ഇതാണ്. ആക്ച്വലി അവർക്ക് ജലസിയൊന്നുമില്ല. ഈ പെണ്ണുങ്ങളെ പറ്റി എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ. പക്ഷെ നല്ല ഫീമെയിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ജലസിയൊന്നും ഇല്ലാതെ അവർ ആക്ച്വലി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഗൈ ഫ്രണ്ട്സ് കുറച്ചും കൂടി എനിക്ക് കോളേജിൽ നിന്നൊക്കെയാണ് വന്നത്. അവരാണെങ്കിലും അങ്ങനെ തന്നെ നമ്മളെ ഒരാളെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. എനിക്കുള്ള ഫ്രണ്ട്സ് ഐ എം വെരി ബ്ലെസ്ഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മളിപ്പോൾ ഡെയിലി വിളിക്കില്ലായിരിക്കും, ഡെയിലി സംസാരിക്കില്ലായിരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും വീണ്ടും കാണുക. പക്ഷേ എങ്ങനെയാണോ ലാസ്റ്റ് ടൈം കണ്ടത് ആ ഒരു കണക്ഷനിലും ആ ഒരു ഫീലിലും നമുക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ചില ഫ്രണ്ട്സ് ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ലൈഫിൽ. വാട്ട് ഈസ് സക്സസ്? സക്സസ്സും പീസും ഒന്നാണെന്ന് തോന്നാറുണ്ട്.
സക്സസ് പീസ് ഇല്ലാത്തൊന്നും അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടും നേടിയിട്ട് നമുക്ക് പീസ് ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബേസിക്കലി നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ഒന്ന് പീസ്ഫുൾ ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പൈസ കുറേ ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമുക്ക് കുറേ പാട്ട് പാടുന്നുണ്ട്, കുറേ ഷോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സമാധാനം അൾട്ടിമേറ്റ്ലി നമ്മളത് കണ്ടെത്തണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ്സ് ദി സക്സസ് പോയിന്റ് എന്ന് പറയുന്നത് അതായിരിക്കും. ഈ ലോകത്ത് തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സമാധാനം. ഇല്ലാത്തതും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള അല്ല, നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശരിയാണ്, സത്യമാണ്. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സത്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ദാനൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി ഞാൻ കുറേ ഇൻ്റർവ്യൂകൾ നോക്കി, കുറേ ജെമിനിയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ജെമിനിയോട് ചോദിക്കാമെന്ന്. ലൈവായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനീൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും നോക്കട്ടെ. ഹായ് ജെമിനി, ഞാൻ ദാന റാസിക്കുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ്. അപ്പോൾ ദാനയോട് ചോദിക്കാൻ പറ്റുന്ന ഒരു 2 ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാമോ? തീർച്ചയായും അക്ഷയ്, ദാന റാസിക്കിനോട് ചോദിക്കാൻ പറ്റിയ 2 അയ്യോ ഇപ്പോൾ വരും. ജെമിനി, ദാന റാസിക്കിനോട് ചോദിക്കാൻ പറ്റിയ 2 ചോദ്യങ്ങൾ. ധൻതേരസിനെ കുറിച്ച് ചോദിക്കാൻ പറ്റിയ 2 ചോദ്യങ്ങൾ ഇതാ. ആള് മാറി. തീർച്ചയായും ധനരാശിയോട് എന്റെ ജെമിനി, ഇതല്ല. ധനലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ ധനരാശി. ലാസ്റ്റ് അറ്റംപ്റ്റ്. ധനരാശിയോട് ഫസ്റ്റ് കറക്റ്റ് വന്നില്ലേ? ഫസ്റ്റ് കറക്റ്റ് വന്ന് കറക്റ്റ് ഇവർ ഫോൺ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്കായി. ജെമിനി, ഞാൻ കേരളത്തിലെ പാട്ടുകാരി ദാന റാസിക്കായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ്, പോഡ്കാസ്റ്റിലാണ്. വരും പാളിയിരിക്കുന്നു ഗൈസ്. എന്നാലും ചോദിക്കാനോ? എന്നാലും ചോദിക്കല്ലേ, ഒന്നുകൂടെ ചോദിക്കാം. ജെമിനി, ഹായ്. ഹലോ, ഹൗ കാൻ ഐ ഹെൽപ് യു ടുഡേ? ഞാൻ കേരളത്തിലെ പാട്ടുകാരി ദാന റാസിക്കായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ്, പോഡ്കാസ്റ്റിലാണ്. ദാനയോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ചോദ്യങ്ങൾ പറയാമോ? തീർച്ചയായും. ധനരാശിയോട് ചോദിക്കാൻ പറ്റിയ 2 ചോദ്യങ്ങൾ. 1. താങ്കളുടെ സംഗീത യാത്രയ്ക്ക് പ്രചോദനമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതെ, ഉത്തരം ധനരാശിയാണ് പറയുന്നത്. 2ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഒരു ഗായിക എന്ന നിലയിൽ താങ്കൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. സന്തോഷം. അടുത്ത ചോദ്യം ഇതാ. ഒരു ഗായിക എന്ന നിലയിൽ ഭാവിയിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടോ? ആദ്യം ചോദിച്ചത് ചാലഞ്ച് ആയിരുന്നു. ചാലഞ്ചസ് ഭയങ്കര ടഫാണ്. എക്സിസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആവുക, ഗ്രോത്ത്, എല്ലാ ഫീൽഡും പോലെ നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് ഭയങ്കര ടഫായിട്ട് തോന്നാറുണ്ട്. പറഞ്ഞോളൂ. ഭയങ്കര ടഫാണ്. പിന്നെ നമ്മൾ നല്ല ക്രിയേറ്റീവ് ആവണം, ഒറിജിനൽസ് റിലീസ് ചെയ്യണം, ആൾക്കാരായിട്ട് അത് റെസണേറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പം എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തീ തിന്നുന്ന സാധനങ്ങൾ. അങ്ങനെ ഒരു ടെൻഷൻ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും. പിന്നെ എല്ലാവരും ഈ ചലഞ്ചസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഇതൊക്കെ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നുന്നത്. 2ാമത്തെ ജെമിനിയുടെ ചോദ്യം, ഇനി ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കൊരു പക്ക ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ആവണം എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഒബ്വിയസ്ലി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പിന്നെ എനിക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ട്, ഒരു സിംഗേഴ്സിൻ്റെ. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ പലർക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ട് കുറച്ച്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. വളരാൻ ആഗ്രഹിക്കുന്ന ഗായകർക്ക് വേണ്ടി വളർന്നതും വളരാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു സ്പേസ് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ ഭാവിയിൽ മേജർ ആർട്ടിസ്റ്റ് കൊളാബറേഷൻസ്, അത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. ഒബ്വിയസ്ലി പ്ലാൻ ചെയ്യുന്നത് നല്ലത്. അത് നമ്മളങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയാണല്ലേ? യെസ്. സർപ്രൈസ് അല്ല, എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ളത് വേറെ ആൾക്കാരോട് പറയാൻ കുറച്ച് പേടി. മീൻസ് അങ്ങനെയല്ല, നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കുമ്പോൾ എനിക്കതൊരു വിഷമാവും. അത്രയേ ഉള്ളൂ. ജെമിനി പറയുന്നത് അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്, ഗേൾ നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്.
ധനറാശിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്യാരക്ടറും അത്തരം കാര്യങ്ങളും ആളുകൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. ആ ഒരു ഫീൽ ആളുകൾക്ക് ഉണ്ട് ഈ പറയുന്ന ഗേൾ നെക്സ്റ്റ് ഡോർ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഇപ്പം ഞാനൊരു ഗേൾ നെക്സ്റ്റ് ഡോർ ആണ് അല്ലേ, അതെനിക്ക് ഇപ്പോഴാണ്. പക്ഷെ സത്യത്തിൽ ഭയങ്കര അടിപൊളി ക്യാരക്ടർ കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ധനനെ കാണുന്നത്. ഭയങ്കര സിമ്പിളാണ് ആള്, സീരിയസ്ലി. പറഞ്ഞ് എനിക്ക് വേറെ ഓഫറൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര സിമ്പിളാണ്. താനായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് തോന്നും ജമുനെ പറയുന്ന പോലെ അടുത്ത വീട്ടിലെ പെൺകുട്ടി ആണ്. ആ രീതിയിലുള്ളൊരു യെസ്, എൻ്റെ ആഗ്രഹവും അതാണ്. എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക, അങ്ങനെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളിങ്ങനെ ഇടയ്ക്ക് മിസ് ഔട്ട് ആവാതിരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ആവട്ടെ. എന്താ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഒക്കെ? പ്രോജക്ട്സ് ഒരു ഭീഷ്മർ മൂവിയിൽ ഒരു സോങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 ആർട്ടിസ്റ്റ് കൊളാബറേഷൻസ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അത് വരാനുണ്ട്. വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് നിങ്ങൾ വഴിയേ അറിയും. അതും സർപ്രൈസ്. അത് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സത്യത്തിൽ ഞാൻ അങ്ങനെ ഇന്റർവ്യൂകളൊന്നും കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് എനിക്കങ്ങനെ പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. വെരി കാഷ്വൽ ഫൺ ആയിരുന്നു. പിന്നെ അക്ഷയനെ നേരത്തെ അറിയുന്നതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ഒരു പരിചയക്കുറവുണ്ടായില്ല. ഐ മീൻ വീഡിയോസിൽ കണ്ട് നമുക്കൊരു പരിചയമല്ല, പിന്നെ ഇന്നലെ പരിചയപ്പെട്ടു അങ്ങനെ. അപ്പോൾ എന്തായാലും താങ്ക് യു, ഒരുപാട് വളരാൻ കഴിയട്ടെ. ഓ താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു.